കേമിയോ വന്നപ്പോൾ ആവേശമാണ് ഗൈസ് ഇത്. പച്ച ഒരുപാട് റിവ്യൂ കണ്ടു, നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് ആൾ പറയുന്നത് കേട്ടു. പക്ഷേ അത്രയ്ക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. ബബ്ബബ്ബ എന്ന് പറയുന്ന പടത്തിൻ്റെ 7 അയലെത്തത്തില്ല ഗൈസ്, 7 അയലെത്തത്തില്ല. കാരണം ബബ്ബബ്ബ അത്രയ്ക്ക് തല്ലിപ്പൊളിയായിരുന്നു. ഇത് അതിനേക്കാളൊക്കെ വളരെ 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 സൂപ്പർ പടമാണ്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ കാണാനേ ഇല്ല, ഒന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, വണ്ടി ഭയങ്കര സ്ലോലി ഇങ്ങനെ അയഞ്ഞിട്ട് എന്തൊക്കെയോ ഇമോഷണൽ ആക്കാനും കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പടത്തിൽ അഭിനയിച്ച ആ ചെറിയ കൊച്ചു പിള്ളറും ആ ചെറിയ കൊച്ചു കുട്ടിയും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിശാഖ് റോഷൻ നമ്മുടെ ഒരു രക്ഷയില്ലാതെ എന്തെന്നാ മോനെ മാസ്, ഭയങ്കര സംഭവം. പിന്നെ ക്ലൈമാക്സിൽ അർജുന അശോകൻ്റെ ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ലാതെ ക്യാമിയോ റോളിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അത് വന്നപ്പോഴാണ് ആവേശം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലെത്തിയത്. ആവേശത്തിൻ്റെ അത്ര പെർഫോമൻസ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ടീമിനെ, അതായത് ആ ഒരു പെൺകൊച്ചിനെ പ്രത്യേകിച്ച് നോക്കി വെച്ചോ, ഒരു രക്ഷയില്ലാതെ ആക്ഷനാണ്. എന്ത് മാരകം. ഒരിക്കലും ബബ്ബിയായിട്ടൊന്ന് കമ്പയർ ചെയ്യേണ്ട. ബബ്ബയൊക്കെ തല്ലിപ്പൊളി പടം. മോഹൻലാലിൻ്റെ കട്ട ഫാനായിട്ടും കൂടി ഞാൻ പറയാണ്. ഒരു രക്ഷയില്ലാത്ത പടം ഇത് മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണേണ്ട പടമാണ്. പക്ഷേ 1 ടൈം ഏവറേജ് ആയിട്ട് വാച്ചബിൾ ആയിട്ടുള്ള മസ്റ്റ് വാച്ചിങ് തിയേറ്റർ ആയിട്ടുള്ള മൂവി തന്നെയാണ്. എന്തായാലും പോയി കണ്ടോ, നഷ്ടം വരില്ല. റിവ്യൂലൊക്കെ പറയുന്ന പോലെ അത്ര ബോറല്ല.